നമസ്കാരം. കഴിഞ്ഞ ഡ്രോയിങ് ക്ലാസ്സിൽ നമ്മളൊരു പൂച്ചേനെ വരച്ചല്ലോ. ഇന്നത്തെ ഡ്രോയിങ് ക്ലാസ്സിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം, ആ വരച്ച പൂച്ചേനെ നമുക്കൊരു ഷെയ്ഡ് ചെയ്ത് നോക്കാനായിട്ട് പോവുകയാണ്. നോർമൽ ഗ്രാഫൈറ്റ് പെൻസിൽ വെച്ചിട്ടാണ് ഷെയ്ഡ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ അനിമൽസിൻ്റെ രോമങ്ങൾ വരയ്ക്കുന്ന സമയത്ത് സിമ്പിളായിട്ട് പെട്ടെന്ന് ആ ഒരു രോമത്തിൻ്റെ ഫീൽ അങ്ങനെ കൊണ്ടുവരാം. അതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമസ്കാരം, എൻ്റെ പേര് സച്ചിൻ. ഐ ആം എൻ ആർട്ടിസ്റ്റ് ആൻഡ് ഐ ഹാവ് എ ഡ്രീം. വെൽക്കം ടു അവർ ആർട്ട് ചാനൽ. ഇതിന്റെ ഫസ്റ്റ് ആർട്സ് ക്ലാസ് ആണ്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു കോട്ടൊക്കെ ഇട്ട് ഒരു ഭയങ്കര ഒരു ജെന്റിൽമാൻ ലുക്കിലേക്ക് ഒരു ആർട്ടിസ്റ്റ് വന്നിട്ട് വെൽക്കം ടു മൈ ക്ലാസ് എന്നൊക്കെ പറയുന്ന ആ ഒരു എക്സ്പീരിയൻസ്. സാറിന്റെ ക്ലാസ് ഞാൻ ആദ്യം അറ്റൻഡ് ചെയ്തത് A to Z പെൻസിൽ ഡ്രോയിങ്ങിന്റെ ക്ലാസ് ആയിരുന്നു. A to Z പെൻസിൽ ഡ്രോയിങ്. സാറിന്റെ A to Z പെൻസിൽ ഡ്രോയിങ്. അതിനൊരു ഗുരുവായിട്ട് ഇത്രയും ആളുകളെ ഇടയിൽ ഞാൻ കണ്ടെത്തിയത് സച്ചിൻ സാറിനെയാണ്. അതിനുശേഷമാണ് ഞാൻ വരച്ചു തുടങ്ങിയത്. ഞാൻ ഫസ്റ്റ് ബാച്ച് മുതൽ സാറിന്റെ എല്ലാ കോഴ്സുകളും ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നുണ്ടായ വ്യത്യാസം ഭയങ്കരമായിരുന്നു. അതും ഏറ്റവും നല്ല ഗുരുവിനെ തന്നെ കിട്ടി. നമ്മൾക്ക് ദൈവം ഒരു സ്കില്ല് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ ദൈവം തിരിച്ചെടുക്കും. എനിക്കറിയപ്പെടുന്ന ഒരു ആർട്ടിസ്റ്റ് ആണെന്നാണ് ആഗ്രഹം. ആ ഒരു ആഗ്രഹമാണ് ഇതിന്റെ പുറകെ ഓടാൻ എന്നെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കളർ ആശ്വാസവും കൂടിയാണ്. നിറങ്ങളുടെ ലോകത്തേക്ക് നമ്മൾ പൂമ്പാറ്റകളെ പോലെ പിന്നെയും പറക്കും. നമ്മൾ ഷെയ്ഡ് ചെയ്യാൻ പോവുകയാണ്. എൻ്റെ അതും HB പെൻസിൽ വെച്ചിട്ട് ഷെയ്ഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ചെവിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ആ ടെക്നിക്ക് അപ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. ഈ ഇത്രയും പോർഷൻ എടുക്കുക, എന്നിട്ട് നോക്കുക എങ്ങനെയാണത്, ഏത് ഡയറക്ഷനിലോട്ടാണ് ഷെയ്ഡ് ചെയ്തേക്ക് നോക്കുക. ഇങ്ങനെ ചെറിയ ചെറിയ ലൈൻസാണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ അതേപോലെ തന്നെ ചെറിയ ചെറിയ ലൈൻസ് ഇട്ടിട്ട് ഷെയ്ഡ് ചെയ്യാം. ഈ മെത്തേഡ് മനസ്സിലായല്ലോ അല്ലേ? ഈ ഒരു ഭാഗവും അതുപോലെ തന്നെ ചെയ്യാം. ഇതാണ് ഇതിൻ്റെ ബേസിക് ഷെയ്ഡിങ് ടെക്നിക്ക് പുള്ളി യൂസ് ചെയ്തിരിക്കുന്നത്, ഇങ്ങനത്തെ ലൈൻസ് ഉപയോഗിച്ചിട്ട്. സോ നിങ്ങൾക്ക് അനിമൽ ഫർ വരയ്ക്കുന്ന സമയത്ത്, ആൾക്കാരുടെ താടിയൊക്കെ വരയ്ക്കുന്ന സമയത്ത്, പുൽമൈതാനങ്ങൾ വരയ്ക്കുന്ന സമയത്തൊക്കെ ഇത്തരത്തിലുള്ള ലൈൻസ് യൂസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഡയറക്ഷൻ മാറ്റി കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇവിടുത്തെ പുള്ളി ഇങ്ങോട്ടേക്ക് വളച്ചു അത് അങ്ങോട്ടേക്ക് വളയ്ക്കാം. അത് നിങ്ങൾ ഹെയർ എവിടെ നിന്നാണോ വളരുന്നത്, ഹെയറിൻ്റെ കടഭാഗം എവിടെയാണോ അവിടെ നിന്ന് പുറത്തോട്ട് വരയ്ക്കണം. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരച്ചു കഴിഞ്ഞാൽ ശരിയാവില്ല. ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ നാച്ചുറൽ എഫക്റ്റ് കിട്ടില്ല. കണ്ടോ? നേരം എവിടെ നിന്നാണോ വളർന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ നിന്ന് പുറത്തോട്ട് വരയ്ക്കണം. അങ്ങനെ വരയ്ക്കുന്ന സമയത്ത് പെൻസിൽ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ കണ്ടോ കറക്റ്റ് ഹെയർ പോലെ തിക്നെസ് കൂടി കുറഞ്ഞ് കിട്ടും. ഇവിടെ കാണിച്ചു തരാം. തിക്നെസ് കൂടി കുറഞ്ഞ് കിട്ടും. ഇതാണ് ഓരോ സ്ട്രോക്കിലും ആ ആർട്ടിസ്റ്റ് ചെയ്തിരിക്കുന്നത്. സോ നമുക്കതൊന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഈ HB പെൻസിൽ വെച്ചിട്ട് തന്നെ ഡയറക്ഷൻ നോക്കുക. ഇത് കണ്ടോ, ഇതിങ്ങനെ ഇങ്ങനെ 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 വന്ന് താഴത്തോട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അതായത് ഈ ലൈനിൽ നിന്ന് ഇങ്ങനെ വളർന്നു പോകുന്ന പോലെ പുള്ളി ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ഒബ്സർവ് ചെയ്യുക. കണ്ടോ, ഈ ലൈനിൽ നിന്നുമാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഞാൻ അതുപോലെ തന്നെ ചെയ്തിരിക്കുന്നത്. ഇതൊക്കെയാണ്, ഈ ഡയറക്ഷനൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ്. ഈ അനിമൽസിനൊക്കെ വരയ്ക്കുന്ന സമയത്ത്, ഹെയറുള്ള അനിമൽസിനെ വരയ്ക്കുന്ന സമയത്ത് ഈ ഡയറക്ഷനൊക്കെയാണ് നമുക്ക് ഇമ്പോർട്ടൻറ്റ്. ആ ഡയറക്ഷൻ മനസ്സിലാക്കുക എന്നുള്ള കാര്യമാണ് ഇമ്പോർട്ടൻറ്റ്. ഇവിടെ എത്തിയപ്പോൾ നോക്കുക, ഈ വൈറ്റ് സ്പേസ് വിട്ടിരിക്കുന്ന കണ്ടിട്ടില്ലേ? ഇനി വൈറ്റ് സ്പേസ് ഒബ്സർവ് ചെയ്യാം കേട്ടോ. ഈ ഷേപ്പിൽ തന്നെ നമുക്ക് ഈ വൈറ്റ് സ്പേസ് വിടാൻ പറ്റണം. അപ്പോൾ ഞാൻ ആ ഹെയറിൻ്റെ ആ ലൈനിൻ്റെ ഡയറക്ഷൻ നോക്കുന്നുണ്ട്, ഒപ്പം അതേപടി ആ വൈറ്റ് സ്പേസ് വിടാനും നോക്കുന്നുണ്ട്. ഇനി മൂക്കിൻ്റെ ഇവിടെ കണ്ടോ ഒരു ട്രയാങ്കിൾ പോലെ ഒരു ഷെയ്ഡ് വീഴുന്നുണ്ട്. ഇങ്ങനെ കണ്ടോ ട്രയാങ്കിൾ പോലെ. അപ്പോൾ നമുക്കതുപോലെ കൊടുക്കാം. അപ്പോൾ അതിലുള്ള പോലെ വൈറ്റ് സ്പേസുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ മാത്രം ആലോചിച്ചാൽ മതി. കണ്ടോ, നമ്മൾ ടെക്നിക്ക് പഠിച്ചെടുത്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി കൈ സ്പീഡിൽ മൂവ് ചെയ്യാൻ പറ്റണം. പിന്നെ നമ്മൾ ചിന്തിക്കില്ല. ആ ഒരു കോൺഷ്യസ് സ്റ്റേജ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ടെക്നിക്ക് മനസ്സിലാക്കാൻ മാത്രമേ എടുക്കുകയുള്ളൂ. ടെക്നിക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മളൊന്ന് നാച്ചുറലി ചെയ്തങ്ങ് പോവുക. ഒരുപാട് ആലോചിക്കുന്നില്ല. അത് അതേപടി കോപ്പി അടിക്കാനല്ല നമ്മൾ നോക്കുന്നത്. ഇത്രയും ഭാഗം നമ്മൾ ചെയ്തു. ഫുള്ളായിട്ട് നമുക്ക് ഇത് വെച്ചിട്ട് തന്നെ ലൈറ്റ് ടോൺ ചെയ്തിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പിൽ മിഡിൽ ടോൺ പിടിക്കാം. അതായിരിക്കും നല്ലത്. ഞാൻ താഴത്തെ ഭാഗം അതേപടി ഈ ഡയറക്ഷൻ കണ്ടോ. ഇനി നിങ്ങൾക്ക് ലാർജ് സ്ട്രോക്ക് എടുക്കണമെങ്കിൽ ഒരു ടിപ്പുള്ളത്, പെൻസിൽ ഇവിടെ പിടിക്കണതിന് പകരം താഴെ ഇറക്കി പിടിക്കാം. നമുക്ക് ഇങ്ങനെ ലാർജ് സ്ട്രോക്ക്. അപ്പോൾ ഉണ്ടോ, ഈ ലെങ്ത് നമുക്ക് കൂടുതൽ കിട്ടും. ഇങ്ങനെ ഷെയ്ഡ് ചെയ്യാനുണ്ട്. ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ കുറച്ച് ദൂരം മാത്രമേ കൈ അനങ്ങുള്ളൂ. ഇവിടെ പിടിച്ചു കഴിഞ്ഞാൽ കുറേ ദൂരം കൈ അനങ്ങും. ഇങ്ങനെ പിടിക്കുമ്പോൾ വിരലായിരിക്കും വർക്ക് ചെയ്യുന്നത്. ഇങ്ങനെ ഇറക്കി പിടിച്ചു കഴിഞ്ഞാൽ കൈയുടെ റിസ്റ്റ് ഈ ഭാഗമായിരിക്കും വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. സോ ഞാൻ ഇറക്കി പിടിക്കുകയാണ്, ലാർജായിട്ട് കവർ ചെയ്യണ ഏരിയ. താഴെ ഒരു വൈറ്റ് ഭാഗം വരുന്നുണ്ട് കേട്ടോ, അത് വിടണം നമുക്ക്. ഇവിടെ ഇതിൻ്റെ അകത്തായിട്ട് ഡാർക്ക് വരെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ടേക്കാം, അല്ലെങ്കിൽ നമ്മൾ വിട്ടു. താഴെ ആ വൈറ്റ് ഭാഗം അതേ ഷേപ്പിൽ തന്നെ വിടാം. ഇടയ്ക്ക് നിങ്ങളിങ്ങനെ ചെയ്തു പോകുമ്പോൾ, ഇൻഡസ്ട്രിയൽ ചെയ്തു പോകുമ്പോൾ ഇടയ്ക്കൊന്ന് ആലോചിക്കുക ഡയറക്ഷൻ കറക്റ്റ് ആണോ. ഇവിടെ എത്തിയപ്പോൾ ഡയറക്ഷൻ ചെറുതായിട്ട് ഇങ്ങനെ വളയുന്നുണ്ട്. ഇവിടെ ഇങ്ങനെയായിരുന്നു, ഇവിടെ ഇങ്ങനെ വളയുന്നുണ്ട്. അപ്പോൾ നമുക്കങ്ങനെ വളയ്ക്കണം. ഈ താഴത്തെ ഭാഗമൊക്കെ ഒന്ന് നമുക്ക് ചെയ്ത് വയ്ക്കാം. ഇത് കണ്ടോ, ടോട്ടൽ ഇങ്ങനെയാണ് പുള്ളി ഫിനിഷ് ചെയ്തിരിക്കുന്ന ഡ്രോയിങ്. അപ്പോൾ നമുക്ക് ആ ഷേപ്പിൽ തന്നെ താഴത്തോട്ട് ചെയ്തു പോകാം. അതിൻ്റെ ഡയറക്ഷൻ നോക്കുക. ഇവിടെയൊക്കെ ശരിക്കും ഡ്രോയിങ് പോലെ തന്നെ തോന്നുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. സോ റഫായിട്ട് തന്നെ നമുക്ക് ചെയ്യാം. ഇനി ഞാൻ നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യാൻ പോകുന്നതേ, നമ്മൾ ട്രഡീഷണൽ മെത്തേഡിൽ നമ്മൾ പണ്ടൊക്കെ പഠിച്ചത് എങ്ങനെയാണ്, ലൈറ്റ് ടോൺ, മിഡിൽ ടോൺ, ഡാർക്ക് ടോൺ എന്നാണ്. നമ്മളതിനൊന്ന് പൊളിക്കുകയാണ്.
നമ്മൾ ലൈറ്റ് ടോൺ ചെയ്തു. ഇനി ഞാൻ ചെയ്യുന്നത് ഡാർക്ക് ടോൺ ആണ്. ഇനി നമ്മൾ ആ ഡാർക്കസ്റ്റ് പാറ്റേൺസ് ഒക്കെ ഒന്ന് ചെയ്തെടുക്കാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് മിഡിൽ ടോൺ ചെയ്യുമ്പോൾ എന്താണ് ഡിഫറൻസ് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഡാർക്കസ്റ്റ് പാറ്റേൺ ഉള്ള ഭാഗങ്ങൾ മാത്രം കണ്ടുപിടിച്ച് ചെയ്യാം. ഇത് ഞാൻ യൂസ് ചെയ്യുന്നത് 7B പെൻസിലാട്ടോ. നിങ്ങൾക്ക് 6B മുതൽ 10B വരെ റേഞ്ചുള്ള ഡാർക്ക് പോലെ തോന്നുന്ന പെൻസിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റും. ഞാൻ ഏറ്റവും ഡാർക്കുള്ള പെൻസിൽ എടുത്തിട്ട് ഏറ്റവും ഡാർക്ക് തോന്നുന്ന ഭാഗങ്ങൾ മാത്രം ചെയ്തെടുക്കുക ചെയ്യുന്നത്. മിഡിൽ ടോൺ ഞാൻ ഒഴിവാക്കി. മിഡിൽ ടോൺ ലാസ്റ്റത്തെ സ്റ്റെപ്പിലോട്ട് വെച്ചു. അതിൽ കുറച്ച് ബെനിഫിറ്റ്സ് ഉണ്ട്, ഞാൻ തീരുമ്പോൾ പറഞ്ഞുതരാം. നോർമലി നമ്മൾ ലൈറ്റ് ടോൺ, മിഡിൽ ടോൺ, ഡാർക്ക് ടോൺ ആ ഓർഡറിലാണ് ചെയ്യാറുള്ളത്. ഇനി പൂച്ചയുടെ കണ്ണിൻ്റെ അകത്തൊക്കെ നമുക്കൊന്ന് ഫില്ല് ചെയ്യാം. ഫില്ല് ചെയ്യുമ്പോൾ ഇങ്ങനെ വരച്ചിടല്ല ചെയ്യുന്നത്, ആ സ്ട്രോക്ക് വെച്ചിട്ട് തന്നെയാണ് ഷെയ്ഡ് ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മൾ. നിങ്ങൾക്ക് ആർട്ട് ഒരു കരിയറായിട്ട് എടുക്കുന്ന സമയത്ത് 2 സ്റ്റേജും ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. ലേണിംഗ് എന്ന് പറയുന്ന സ്റ്റേജും ഒരു ലെവൽ കഴിയുമ്പോൾ ഏണിംഗ് എന്ന് പറയുന്ന സ്റ്റേജും വളരെ വളരെ ഇമ്പോർട്ടൻ്റ്. കാരണം നമുക്കിതിനൊക്കെ ചിലവുണ്ടല്ലോ. നിങ്ങൾക്ക് എൻ്റെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ പൈസ ചിലവാകുന്നുണ്ട്, മെറ്റീരിയൽ വാങ്ങാൻ പൈസ ചിലവാകുന്നുണ്ട്, എക്സിബിഷൻ ചെയ്യാൻ പൈസ ചിലവാകുന്നുണ്ട്. സോ അതിനനുസരിച്ചിട്ട് ഈ ലെവലിൽ നിൽക്കുമ്പോൾ നിങ്ങൾ നെക്സ്റ്റ് ലെവലിനെ കുറിച്ച് ചിന്തിക്കണം. നെക്സ്റ്റ് ലെവൽ നിങ്ങളുടെ ഏണിംഗ് ആണ്. അതിനുള്ള പ്ലാനുകൾ ഇപ്പോഴേ തന്നെ കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ എല്ലാവരെയും പോലെ കുറേ നാൾ കഴിയുമ്പോൾ നിങ്ങളും ആ ഡ്രോയിങ് എന്നുള്ള പരിപാടി ഹോബിയായിട്ട് സ്റ്റാർട്ട് ചെയ്ത് ഹോബിയായിട്ട് തന്നെ അവസാനിപ്പിക്കും. ഞാൻ കോളേജിൽ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ എന്നെക്കാളും നന്നായിട്ട് വരയ്ക്കുന്ന ചേട്ടന്മാരൊക്കെ ഉണ്ടായിരുന്നു, കോമ്പറ്റീഷനൊക്കെ പ്രൈസ് കിട്ടുന്ന. അവരൊക്കെ ജോലിയൊക്കെ കിട്ടി ഒരു ലെവലെത്തി അവർക്ക് രണ്ടും മാനേജ് ചെയ്യാൻ പറ്റാത്ത ഒരു സമയത്ത് ഇപ്പോൾ അവരത് നിർത്തി. ഇപ്പോൾ എത്രയോ ടാലൻറ്റഡ് ആയിട്ടുള്ള അങ്ങനത്തെ ആൾക്കാരാണ് ഇതെല്ലാം നിർത്തി സ്റ്റോപ്പ് ചെയ്ത് പോകുന്നതെന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ അവർക്ക് ആ ഏണിങ്ങിനെ കുറിച്ച് അവർക്ക് ആരെങ്കിലും പറഞ്ഞു കൊടുക്കാനുണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അടുത്ത ലെവൽ ഏണിങ്ങിനെ കുറിച്ച് ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നെങ്കിൽ അവരൊക്കെ അത് കണ്ടിന്യൂ ചെയ്തേനെ. ഇഷ്ടം പോലെ നല്ല നല്ല കലാകാരന്മാരെയാണ് നമുക്ക് അങ്ങനെ നഷ്ടപ്പെട്ടിട്ടുള്ളത്. യെസ്, അപ്പോൾ ഇത്രയും നമ്മൾ കംപ്ലീറ്റ് ആക്കി. ഇനി കുറച്ചും കൂടി ഭാഗത്ത് ഡാർക്ക് കൊടുക്കാനുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒന്ന് കൊടുക്കുക. ഫിനിഷിംഗ് അല്ല, ഒന്ന് ഇനി ധൈര്യമായിട്ട് ചെയ്യാം. ഡാർക്ക് ടോൺ ഞാൻ നേരത്തെ കോൺഫിഡൻറ്റ് അല്ലാതെയാണ് ചെയ്തത്, അത്ര എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനിയിപ്പോൾ ധൈര്യമായിട്ട് ചെയ്യാം. ഇത്രയും കഴിഞ്ഞാൽ നമുക്ക് മിഡിൽ ടോണാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഞാൻ 4B പെൻസിൽ എടുത്തു. അപ്പോൾ നോക്കുക, ചിത്രമായിട്ട് കമ്പയർ ചെയ്യുക, ഓരോ പോർഷൻ എടുക്കുക, എന്നിട്ട് നോക്കുക എത്രത്തോളം ഡാർക്ക് ആയിട്ടുണ്ടോ. ഇല്ലെങ്കിൽ ഒരു ലെയറും കൂടി മിഡിൽ ടോൺ ചെയ്തിട്ടാൽ മതി. മിഡിൽ ടോൺ ചെയ്യുമ്പോൾ ഞാൻ ഹെയർ പോലെ തോന്നിക്കുന്ന രീതിയിൽ ലൈൻസ് സെപ്പറേറ്റ് കാണുന്ന രീതിയിലാട്ടോ ചെയ്യുന്നത്. ഇതിൽ കൂടി റഫായിട്ട് ഞാൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഫിനിഷിങ് പെട്ടെന്ന് കിട്ടും. മനസ്സിലായോ? ഈ മിഡിൽ ടോൺ എന്നുള്ള സ്റ്റെപ്പ് പെട്ടെന്ന് തീരും. കണ്ണട തുറക്കും മുമ്പേ മിഡിൽ ടോൺ നമ്മൾ തീർക്കും. സിമ്പിളായിട്ട് ഹെയറിൻ്റെ ഫീൽ വരുന്നതാണ്ടോ. മീശ വരയ്ക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നിന്നാണ് വളരുന്നത്, അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കരുത്, ഇപ്പോൾ വേറെ ഷേപ്പിലോട്ടു. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കണം. ഞാൻ കാണിച്ചുതരാം. കണ്ടോ, ഇതുപോലെ സ്ട്രോക്ക് ഇടാൻ പറ്റണം, ഒറ്റ സ്ട്രോക്ക്. ഇപ്പോൾ കട്ടി കൂടി കട്ടി കുറഞ്ഞു, എന്നാൽ മാത്രമേ മീശയുടെ ഫീൽ കിട്ടുള്ളൂ. അതൊരു ധൈര്യമാണ് നമുക്ക് ചെയ്യാനുള്ള. ചിലപ്പോൾ തെറ്റും, ചിലപ്പോൾ വളഞ്ഞൊക്കെ പോവും. അതുപോലെ ഇടാൻ പറ്റണം. അത് നല്ല ഡാർക്ക് പെൻസിൽ വെച്ചിട്ട്, നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള നല്ല ഡാർക്ക് പെൻസിൽ വെച്ചിട്ട് ഇടാം. ആ മീശയൊക്കെയാണ് ആ ചിത്രത്തിൻ്റെ ഭംഗി. അതെ, ഇവിടെ നിന്നൊക്കെ പോകുന്നുണ്ട് ഹെയർ, പുരികത്തിൻ്റെ. വരച്ചതിൻ്റെ മുകളിൽ കൂടെ വീണ്ടും ഇപ്പോൾ ഞാൻ വരച്ചപ്പോൾ ലെങ്ത്ത് കുറഞ്ഞു പോയി. ഇനിയിപ്പോൾ വീണ്ടും ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ നിൽക്കരുത്, അതുപോലെ തന്നെ വെച്ചിരിക്കുക. അതുമ്പോൾ തൊട്ട് കഴിഞ്ഞാൽ പിന്നെ ഭംഗിയില്ലാതാവും. ഇനി ലാസ്റ്റ് സ്റ്റേജിൽ ചെറിയ വൈറ്റ് ഹെയേഴ്സ് ഉണ്ട്, ലൈറ്റായിട്ടുള്ള ഹെയേഴ്സ് ഉണ്ട്. അതൊക്കെ ഒന്ന് ഈ ചെറിയ HB പെൻസിൽ വെച്ചിട്ട് കൊടുത്തിടാം. കാരണം ഇവിടെയൊക്കെ കണ്ടോ, പുള്ളി നല്ല രീതിയിൽ സമയമെടുത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മളിത് പെട്ടെന്ന് തീർത്ത വർക്കാണ്. പക്ഷെ ഇവിടെ കണ്ടോ, അതൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഫിനിഷിങ് നിങ്ങൾക്ക് കിട്ടും. ഇവിടെ കണ്ടോ, ഇവിടെയും ചെയ്യാനുണ്ടോ. മൊത്തത്തിൽ നോക്കുക, ലാസ്റ്റ് സ്റ്റെപ്പിൽ മൊത്തത്തിൽ നോക്കിയിട്ട് എവിടെയെങ്കിലും ഡാർക്ക് കുറവുണ്ടോ അവിടെ പെൻസിൽ ഇങ്ങനെ ഇറക്കി പിടിച്ചിട്ട് പെട്ടെന്ന് ചെയ്താൽ മതി. അപ്പോൾ ചെറിയൊരു 3D ഫീൽ നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും. സ്മഡ്ജിങ് നമ്മളിവിടെ ചെയ്യുന്നില്ല കേട്ടോ. ഇത്ര റിയലിസ്റ്റിക് ആയിട്ടല്ലല്ലോ ഈ ആർട്ടിസ്റ്റ് വരച്ചിരിക്കുന്നത്. സ്മഡ്ജിങ് ചെയ്യുന്നില്ല. പക്ഷേ അതിന് പകരം ഈ ഒരു സ്റ്റെപ്പ് കഴിയുമ്പോഴേക്കും കണ്ടോ, സ്മഡ്ജ് ചെയ്ത ഫീൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചെയ്യാം. കുറച്ചും കൂടി റിയലിസ്റ്റിക് ആക്കണം എന്നുള്ളവർക്ക് അതിൻ്റെ മുകളിലൂടെ തന്നെ വൈറ്റ് ഭാഗങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ള ഭാഗം ചെറിയൊരു മിഡിൽ ടോൺ ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ നാച്ചുറൽ
ആയിട്ടുള്ളൊരു സ്മഡ്ജിങ് എഫക്റ്റ് നമുക്ക് കിട്ടും. വൈറ്റിലോട്ട് കയറ്റരുത്, വൈറ്റില്ലാത്ത ഭാഗങ്ങൾ മാത്രം ചെറിയൊരു മിഡിൽ ടോൺ ചെയ്തിട്ടാൽ മതി. ഇവിടെ ഞാൻ ഡയറക്ഷനൊന്നും നോക്കുന്നില്ല. നമ്മൾ ബ്ലെൻഡിങ് സ്റ്റമ്പ് ഉപയോഗിച്ച് ബ്ലെൻഡ് ചെയ്യുന്ന പോലെ തന്നെ പെൻസിൽ അധികം അമർത്താതെ ലൂസാക്കി പിടിച്ചിട്ട് പെൻസിൽ വെച്ചിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്യാം. കണ്ടോ, ഇപ്പോൾ കുറച്ചും കൂടി ഫിനിഷിങ് വരുന്നതുണ്ടോ. അപ്പോൾ ഒരു ചിത്രം വരയ്ക്കുമ്പോൾ എപ്പോൾ അവസാനിപ്പിക്കണം എന്ന് നോക്കണം. നമ്മുടെ ചിത്രം നന്നായിട്ടിരിക്കുന്ന സമയത്ത് സൈനിട്ട് അങ്ങനെ അവസാനിപ്പിക്കാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്യാറ്റിനെ ഷെയ്ഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പറഞ്ഞതെല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നുണ്ട്. മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾ പ്രാക്ടീസും കൂടി ചെയ്യുക. നിങ്ങളുടെ സ്കില്ലെല്ലാം നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആയി വരട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ബൈ.